കൽക്കിയായുടെ സൽപുത്രിയായി സുന്ദരിയാമവൾ വാണിരുന്നു. ദൈവഭക്തയാം സൂസന്നായെ യോവാക്യം തന്നുടെ പത്നിയാക്കി. കുഞ്ഞുനാളിൽ തന്നെ വേണ്ട പോലെ മോശതൻ കൽപ്പന ആഗ്രഹിച്ചു. കുഞ്ഞുനാളിൽ തന്നെ വേണ്ട പോലെ മോശതൻ കൽപ്പന ആഗ്രഹിച്ചു. നീതിയോടെന്നും ജീവിച്ച മാതാപിതാക്കൾ ദൈവത്തിന്റെ നിയമങ്ങൾ കാത്തെന്നും ജീവിക്കാൻ സൂസന്നയ്ക്കെന്നും ദീപമായി വഴികളിൽ അവരെന്നും ദീപ്തി. ധർമ്മബോധം ദൈവവിചാരം ഇല്ലാത്തവരാം നീതിക്കധിപർ യോവാക്കീമിൻ ഭവനം തന്നിൽ എന്നുമെന്നും എത്തിയിരുന്നു. സുന്ദരിയായൊരു സൂസന്നായെ ന്യായാധിപന്മാരും നോട്ടമിട്ടു. ആസക്തിയാൽ അവർ വെന്തുനീറി ആരും കൊതിക്കുന്ന രൂപമല്ലേ. ഒരു ദിനമെങ്കിലും പ്രാപിക്കണം, ഒരു വേളയെങ്കിലും ഒരുമിക്കണം. ഒരു ദിനമെങ്കിലും പ്രാപിക്കണം, ഒരു വേളയെങ്കിലും ഒരുമിക്കണം. കൗശലമോടെ പരസ്പരം പറഞ്ഞതുമില്ല. ഒരു ദിനമെന്നാലോ കള്ളം തെളിഞ്ഞപ്പോൾ പറയാതിരിക്കാൻ കഴിഞ്ഞതില്ല. ബാലനായൊരു ദാനിയേലപ്പോൾ ആത്മാവിനാൽ ഉണർവേറ്റവനായി കള്ളസാക്ഷ്യം തന്നെ ഇതെല്ലാം കർത്താവിന്നിവ മാനിക്കില്ല. ശ്രേഷ്ഠന്മാരെ അവൻ ചോദ്യം ചെയ്തു, ഒറ്റയ്ക്കായി ചോദ്യം ചെയ്തു. അവരൊന്നും കണ്ട സ്ഥലമാരാഞ്ഞു, അങ്ങനെ കള്ളം തെളിഞ്ഞൊടുവിൽ ദുഷ്ടരും ശ്രേഷ്ഠരെ ഹിംസിക്കുവാൻ ജനമെല്ലാം മനസ്സായല്ലോ. ദുഷ്ടരും ശ്രേഷ്ഠരെ ഹിംസിക്കുവാൻ ജനമെല്ലാം മനസ്സായല്ലോ. ദൈവത്തിലെന്നും വിശ്വസിക്കും മധ്യരെയെല്ലാം ആപത്തിൽ നിന്നെല്ലാം കാത്തുപാലിച്ചിടും. വിശ്വാസമത്രേ മഹാസുഹൃതം, എന്നും വിശ്വാസം